എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ ഇന്നത്തെ വീഡിയോ നമ്മൾ ബാർബിക്യൂ ചിക്കൻ ഉണ്ടാക്കാൻ പോവുകയാണ്. എൻ്റെ യൂട്യൂബ് ചാനലിൽ ആദ്യമായിട്ടാണ് ഞാൻ ചിക്കൻ്റെ വീഡിയോ. അപ്പോൾ നമ്മൾ ഇത് എന്തായാലും പൊളിക്കണം. അപ്പോൾ വീഡിയോ ഒക്കെ കടക്കുന്നതിന് മുമ്പായി നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് എല്ലാം ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് എടുക്കാം. ഗൈസ്, അപ്പോൾ നമ്മളിവിടെ 2 കിലോൻ്റെ ചിക്കൻ എടുത്തിട്ടുണ്ട്. 2 കിലോ പോലത്തെ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഏകദേശം നല്ല വലിപ്പമെല്ലാം ഉണ്ട് കേട്ടോ. ഇത് നല്ലോണം വൃത്തി കൈ എടുത്തതാ. ഇത് നമ്മൾ മുറിച്ചിട്ടില്ല, പീസാക്കിയിട്ട് ഇതിൻ്റെ ഉള്ളിൻ്റെ കച്ചവൊക്കെ കളഞ്ഞ് നല്ലോണം വൃത്തിക്ക് കൈ എടുത്തിട്ടുണ്ട്. നമുക്ക് അടുത്ത് തന്നെ നമുക്ക് ഇതിൻ്റെ ബാറ്റർ ശരിയാക്കി എടുക്കാം. ആദ്യം വേണ്ടതാ ഞാൻ അവിടെ എടുത്തതാ ഇഞ്ചി പേസ്റ്റ് എടുത്തിന്. ഇഞ്ചി പേസ്റ്റ് 3 ടേബിൾ സ്പൂണാണ് കേട്ടോ. ആണ് ഇഞ്ചി പേസ്റ്റ് എടുത്തത്. ഇനി അടുത്തത് വെളുത്തുള്ളി പേസ്റ്റ് 2 ടേബിൾ സ്പൂൺ എടുക്കും. പിന്നെ കുരുമുളക് പൗഡറാണ് വേണ്ടത്. അതും 2 ടേബിൾ സ്പൂണാണ് എടുക്കുന്നത്. പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് മതി. 1/2 ടീസ്പൂൺ അല്ലെങ്കിൽ 1 ടീസ്പൂൺ മതി കേട്ടോ. പിന്നെ വേണ്ടത് ചിക്കൻ മസാല പൗഡറാണ്. അത് 1 ടീസ്പൂൺ, 1 ടേബിൾ സ്പൂണാണ്. ടീസ്പൂൺ അല്ല, 1 ടേബിൾ സ്പൂണ്. അപ്പം അടുത്ത വേണ്ടതാ കാശ്മീർ ചില്ലി പൗഡറാണ്. കാശ്മീർ ചില്ലി പൗഡർ ഞാൻ അടുത്ത 2 ടേബിൾ സ്പൂണാണ്. നിങ്ങൾക്ക് എരി കൂടുതൽ വേണമെങ്കിൽ അതിനും കൂടുതൽ എടുക്കാം കേട്ടോ. ഇത് 2 ഇതിലേക്ക് ആഡ് ചെയ്യും. ഗൈസ്, അപ്പോൾ അടുത്ത വേണ്ടത് തക്കാളി പേസ്റ്റാണ്. തക്കാളി പേസ്റ്റ് 3.5 ടേബിൾ സ്പൂണാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ ഞാനിത് 3.5 ടേബിൾ സ്പൂൺ എടുത്തത്. അപ്പോൾ ഇത് ഫുള്ളും ഇതിൽ ആഡ് ചെയ്തു. ഗൈസ്, അപ്പോൾ ഞാൻ അടുത്തതാ ആവശ്യത്തിന് ഉപ്പ് എടുക്കുക കേട്ടോ. ആവശ്യത്തിന് ഉപ്പ് മതി, നോക്കി തരാം. പിന്നെ വേണ്ടത് ചെറുനാരങ്ങ, നല്ല ജ്യൂസി ആയിട്ടുള്ള ചെറുനാരങ്ങ എടുക്കുക. വലുതാണെങ്കിൽ 1/2 മതി കേട്ടോ. ചെറുതാണെങ്കിൽ 1 മുഴുവനായിട്ട് വേണം. ഗൈസ്, അപ്പോൾ ഞാൻ അടുത്ത് എടുക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. സൺഫ്ലവർ ഓയിൽ 2 ടേബിൾ സ്പൂൺ ഇട്ടു. ആവശ്യത്തിന് മതി കേട്ടോ. അധികം വെള്ളം പോലെ ആയിപ്പോറ്. അതുകൊണ്ട് ഞാനിപ്പോൾ 1.5 ടേബിൾ സ്പൂണാണ് ഇട്ടത്. എന്നിട്ട് കുറച്ച് ടൈറ്റ് ആണെങ്കിൽ 2 ആക്കി മതി. ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മളെല്ലാം മിക്സ് ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്. നമുക്ക് ഈ ചിക്കനിലേക്ക് പാറ്റി കൊടുക്കലാണ്. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ചിക്കൻ ഒന്ന് വരഞ്ഞെടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത് ചിക്കനിൽ ഇപ്പോൾ വരഞ്ഞെടുക്കലാണ്. അപ്പോൾ അതിൻ്റെ ചെസ്റ്റ് ഭാഗത്ത് ആദ്യം വരഞ്ഞെടുക്കാം. വരഞ്ഞെടുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളിലേക്ക് നല്ലോണം മസാല പിടിക്കും. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും ചിക്കൻ തന്നെ. എഗ്ഗിനൊന്നും അടുത്ത് നമുക്ക് ഈ മസാല ഇതിലേക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ചായിട്ട് ഇതിലിങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ഉള്ളിലെല്ലാം നല്ലോണം ഒന്ന് പരട്ടി കൊടുക്കട്ടെ. എല്ലായിടത്തും പരട്ടി കൊടുക്കാം. ഇപ്പോൾ ഉള്ളിലേക്ക് നല്ലോണം പരട്ടി കൊടുക്കണം കേട്ടോ. ഉള്ളിലും പിന്നെ ഇതിൻ്റെ അകത്തൊക്കെ നല്ലോണം പറ്റിക്കൊള്ളണം, എന്നാലും മസാലയൊക്കെ ടേസ്റ്റൊക്കെ കിട്ടുകയുള്ളൂ.
അതിൻ്റെ മസാലയും അതിൻ്റെ ഒക്കെ ടേസ്റ്റ് നല്ലോണം ഇതിൽ കിട്ടും. അതുകൊണ്ട് നല്ല ഉള്ളിലൊക്കെ നല്ലോണം ഒന്ന് പാറ്റി കൊടുക്കുക. ഗൈസ് അപ്പോൾ ഒരു ഭാഗം ഫുള്ളാക്കിന് അടുത്ത അതിൻ്റെ അടി ഭാഗം ഒന്ന് എല്ലായിടത്തും പറ്റി കൊടുക്കുക. ഗൈസ് അതാ നമ്മുടെ സാധനം ഇവിടെ സെറ്റായി നിങ്ങൾക്ക് കാണാം. എല്ലായിടത്തും മസാലയൊക്കെ പറ്റി പൊളിയാണ്. ഇനി ഇത് 2 മണിക്കൂർ നമുക്ക് ഇത് സെറ്റാൻ വെക്കണം. എന്നാൽ എത്ര സമയം ഇത് വെക്കുന്നത് അപ്പോൾ അത്ര ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഇത് 2 മണിക്കൂർ സെറ്റാൻ വെക്കുന്ന ടൈമിൽ നമുക്ക് അടുപ്പും പിന്നെ അതിൻ്റെ സ്റ്റാൻഡൊക്കെ റെഡിയാക്കി നമ്മൾ ഇതിങ്ങനെ തിരിച്ചിട്ടാണ് വെക്കുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ സ്റ്റാൻഡൊക്കെ റെഡിയാക്കി ഇടുക. ഇതിന് 2 മണിക്കൂർ റെസ്റ്റ് എടുക്കാൻ വെക്കുക. അപ്പോൾ നമുക്ക് നമ്മൾ ചിക്കനൊക്കെ സെറ്റാൻ വേണ്ടിയിട്ട് 2 മണിക്കൂർ അവിടെ വെച്ചിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മൾ അടുപ്പ് നോക്കുക കാണിച്ചു കൊടുക്കടാ. നമ്മൾ ഇന്ന് രാവിലെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കി അടുപ്പണത് സാധനം കുറച്ചിന് എന്നാലും കുറച്ചുകൂടി ഓർക്കണം കേട്ടോ. ഇനി ഇതിലാണ് നമ്മൾ വിറകലിട്ടിട്ട് കത്തിക്കാൻ പോകുന്നത്. അപ്പോൾ കണലായിക്കൊണ്ടാണ് നമ്മളിത് ചൂടാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഇങ്ങനെയുള്ള സ്റ്റാൻഡ് ഉണ്ടാക്കുക. ഇങ്ങനെയുള്ള സ്റ്റാൻഡ് 2 ഭാഗത്ത് ഉണ്ടാക്കി എടുക്കണം. പിന്നെ അതിൻ്റെ ചിക്കനെ നടുക്ക് കയറ്റാനുള്ള ഒരു മുളയും ഉണ്ടാക്കി എടുക്കണം. അപ്പോൾ നമുക്കത് കൊത്താൻ വേണ്ടിപ്പോൾ കഴിച്ചപ്പോൾ നമ്മളിതാ ഇവിടുന്നാണ് മുള കൊത്തുന്നത് കാണിച്ചു കൊടുക്കണം. കിട്ടുന്നില്ലേ? ഇവിടെ നിന്നാണ് മുള കൊത്തുന്നത്. ഇപ്പോൾ ഏതാ കൊത്തേണ്ടതെന്ന് ഓടിയിട്ടില്ല. നമുക്ക് പച്ചമുളയാണ് വേണ്ടത്. അല്ലെങ്കിൽ മഞ്ഞ എടുക്കും കേട്ടോ. അപ്പോൾ ഏതെങ്കിലും നമുക്ക് എടുത്ത് കൊത്തണം. അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് വീഡിയോ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്താ ഉള്ളതെന്ന് പറയാൻ പറ്റുള്ളൂ. ഇത് കയറിയിട്ടില്ല, പാമ്പ് വന്നിട്ടുണ്ടാവും പറയാൻ പറ്റില്ല. അപ്പോൾ കയറ്റി എന്തായാലും വീഡിയോ എടുക്കുന്നില്ല. നമുക്കിനി മുള കൊത്തിയിട്ട് കാര്യം ബാക്കിയായിരുന്നു നോക്കാം. മുളയൊക്കെ കൊത്തിയാൻ സെറ്റ് ചെയ്താൽ ഇത് സ്റ്റാൻഡിനായിട്ടും പിന്നെ ഇത് ഇറച്ചി ചിക്കന് അതിൻ്റെ അകത്തേക്ക് കയറ്റാൻ പാകത്തുള്ള ഒരു മുള കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ടൈറ്റുള്ള ഉറപ്പുണ്ട്, പൊട്ടൂല എന്ന് തോന്നുക. ഇത്ത സ്റ്റാൻഡാണ് നമ്മൾ എടുത്തത്. നമ്മളിത് ഇത് കൊത്താമോ ഇത് കുഴിച്ചിടാൻ വേണ്ടിയിട്ട് കുഴി ഉണ്ടാക്കിയെടുക്കാം. അത് ഇവിടെ ആക്കിയാൽ പോരാ ക്യാമറ? ആ കറക്റ്റ് ഇവിടെ പോരാ. ആ ഇപ്പം നമ്മളിന്ന് അടുപ്പ് വെച്ചത് മേലല്ല കേട്ടോ. നമ്മൾ കാട്ടിൽ നിന്ന് മാറ്റിയിട്ട് നമ്മുടെ മുറ്റത്തിൻ്റെ ബാക്കിൽ വെച്ചു. കാരണം രാത്രി ആയതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് എടുത്തിട്ടില്ല. അതുകൊണ്ട് നമ്മളുടെ വീട്ടിൻ്റെ ബാക്കിലാണ് വെച്ചത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ചിക്കൻ കേൾക്കാം. സാധനം റെഡി ആയിട്ടുണ്ട്. നമ്മൾ കാലും പിന്നെ അതിൻ്റെ കഴുത്തും കൂടി കമ്പി കൊണ്ട് കെട്ടിയിട്ടിട്ടുണ്ട്. നമുക്ക് നമ്മുടെ കമന്റ് ഇവിടെ വെച്ച് കൊടുക്കാം. 2 മിനിറ്റ് നേരം ഇങ്ങനെ തിരിച്ചു കൊടുത്താൽ മാത്രം കേട്ടോ. നമ്മൾ ചിക്കനൊക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ മഴ കാരണമാണ് നമ്മൾ ബാക്കിയുള്ള വീഡിയോസ് എടുക്കാനുള്ളത്. വീഡിയോ നമ്മൾ മൊത്തം എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല മണം കേട്ടോ. നമുക്കിത് ആരൊന്ന് കഴിച്ചു നോക്കാം. നല്ല പഞ്ഞിയാണ്. അതായത് ചെറിയ കഷ്ണം ഫ്രീ എടുക്കുക. ടേസ്റ്റ് പറയണം. അങ്ങനെ പൊളിച്ച് ഉള്ളത്തെ മറ്റേ ഗരം മസാലൻ്റെയും പിന്നെ ഇഞ്ചി പേസ്റ്റിൻ്റെയും തക്കാളിൻ്റെ ഒക്കെ നല്ലോണം ഉണ്ട് കേട്ടോ. പിന്നെ കുരുമുളകൊക്കെ നല്ലോണം പൊടിച്ച് പുട്ടുപോലെ ബന്ധിച്ചുകൊണ്ട് കേട്ടോ. ഞാൻ തന്നെ അഭിപ്രായം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എൻ്റെ കസിനും പിന്നെ എൻ്റെ അനിയനുണ്ട്. അവരെ കൂടെ തീർത്ത് എടുക്കുന്നുണ്ട്. നമ്മുടെ ക്യാമറ അച്ഛൻ ഇത് കൊടുക്കലാണ്. ക്യാമറ അച്ഛനും കൂടി എടുത്താത്ത എനിക്ക് കണ്ടിട്ട് വായി തന്നെ വെള്ളം വീഴുന്നു. അടിപൊളി എന്ത് വെച്ചാലും തോന്നും ഇല്ലാന്ന് പറയും. എൻ്റെ അടുത്ത് വായിൽ വെള്ളം ടേസ്റ്റ് ഉണ്ടാ എന്താ പറയാ. എനിക്ക് നല്ല രസമുണ്ട്. പൊളിച്ചിന് നല്ല പുട്ടുപോലെ കാണിച്ചത്. പുട്ടുപോലെ ബന്ധം പുട്ടുപോലെ ഇത് വന്നു.
ഇന്നത്തെ വീഡിയോ പൊളിയാണ്. ചിക്കനൊക്കെ അടിപൊളിയായി നല്ല കുട്ടുപോയി ഇത് എന്തും ചെയ്തേന് അങ്ങനെ ഉള്ളിലൊക്കെ മസാലയെ കുറിച്ച് പൊളിയാണ് കേട്ടോ. ഒന്നും പറയാനൊക്കെ ഇടുക്കി. അപ്പം ഇത് ഉണ്ടാക്കി നോക്കാം. ഞാൻ ഉണ്ടാക്കിയത് വിശദീകരിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കാം. ഉണ്ടാക്കിയിട്ട് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് കേട്ടോ. അപ്പം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് എന്തായാലും തീർച്ചയായും ചെയ്യാം. ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ നോട്ട് പ്രസ് ചെയ്ത് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായ വീഡിയോ വേണ്ടി നോട്ടിഫിക്കേഷൻ ആയിട്ട് വേറെ പറയാൻ പറ്റില്ല. ഇതും നല്ല വീഡിയോ ആയി ഞാൻ വീണ്ടും വരും. അതുവരെയും ക്യാമറ തന്നെ അജിന സൈനിങ് ഔട്ട്.